വെൽക്കം ബാക്ക് അഗെയിൻ ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് പെരിയാർ ടൈഗർ റിസർവിൽ തന്നെ സെക്കൻഡ് ഡെസ്റ്റിനേഷനിലാണ് വന്നിരിക്കുന്നത്. രണ്ടാമത്തെ സാധനം നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ വന്നിരിക്കുന്നത്. രണ്ടാമത്തെ സാധനം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിന്ന് ബോട്ടിംഗ് ആണ് ട്രൈ ചെയ്യുന്നത്. നമ്മൾ ട്രക്കിംഗ് രാവിലെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണാത്തവർ ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യം അപ്പോൾ വന്നപ്പോൾ ഇത്തിരി ഡിലേ ആണ് സംഭവം. നമ്മൾ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തു. ബോട്ടിങ്ങിന് വേണ്ടി മാത്രം വന്നിട്ട് അവർ അരമണിക്കൂർ 3/4 മണിക്കൂർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും സമയം. അപ്പോൾ പിന്നെ നമ്മൾ ഒരു കോഫി അടിക്കാൻ പോവുകയായിരുന്നു. അപ്പോൾ അവിടെ ഒരു വലിയൊരു കട കണ്ട് കയറി അതേപോലെ തന്നെ തിരിച്ചിറങ്ങി. ഇപ്പോൾ നമ്മളൊരു ചെറിയൊരു തട്ടുകടയിൽ കയറാൻ പോകണേ. ഇവിടെ എങ്ങനെയായിരിക്കും അറിയില്ല. അപ്പോൾ ഗൈസ് നേരെ ബോട്ടിങ്ങിലേക്ക് കയറി കാണാം. ഈ ലേക്ക് കൂടെയാണ് ഗൈസ് നമ്മൾ കഴിഞ്ഞ വ്ളോഗിൽ കൂടെ നടക്കണ്ടായിരുന്നത്. ഇനി ഇവിടെയാണ് ബോട്ടിങ്ങിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ ബോട്ടിങ് നമുക്ക് അവിടെ നിന്നായിരിക്കും തുടങ്ങാം. ചെറുതായിട്ടൊന്ന് പണി ഗൈസ്. ഇത് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് 3 മണിക്ക് ഞങ്ങൾ വന്നു. 3:30 അവർ പറയുന്നത്. അപ്പോൾ നമുക്കിനി ഇവർ കയറാൻ പറയുന്നത് ഇനി ഒരു സമയം അനുസരിച്ച് അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ കയറ്റുന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മളിനി വെയിറ്റ് ചെയ്യണം. അവിടെ ഒരു ഗേറ്റൊക്കെ വെച്ചിട്ടുണ്ട് അവർ. ഈ ഗേറ്റൊക്കെ എന്തിനാണെന്നാവാം. ഈ ഗേറ്റൊക്കെ വെച്ചിട്ടുണ്ട്. ആ ഗേറ്റൊക്കെ അവർ വന്ന് തുറന്നിട്ടാണ് നമ്മളിനി ബോട്ടിൽ. അതുകൊണ്ട് അവിടെയാണ് ബോട്ട്. നമ്മൾ അവിടേക്ക് വരെ നടക്കണം. ഇനി നമ്മൾ വീണ്ടും മൂഞ്ചി ഗൈസ്. നമ്മൾ പോയ വഴിയേ അല്ല, ഇത് വേറെ ഏതൊക്കെയോ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ അവർ കൊണ്ടുപോകുന്നു. അപ്പോൾ നമ്മളിനി ഇവിടെ നിന്നാണ് വേറെ തുടങ്ങേണ്ടത്. അപ്പോൾ നമ്മൾ ഇത്ര നേരം പോയിരുന്നത് വേറെ ഏതോ സ്ഥലത്തായിരുന്നു ഗൈസ്. അപ്പോൾ നമ്മളിനി ഒന്നും കൂടി ബോട്ടിനടുത്തേക്ക് തന്നെ പോകണത്. ശരിക്കും നമ്മൾ പറഞ്ഞാൽ നമുക്ക് വേണ്ടിയിട്ടാണ് ബോട്ട് മൊത്തത്തിൽ വെയിറ്റിങ്. 3:30 പോകേണ്ട ബസ്സാണ് ഗൈസ്. എന്താണ് ബോട്ടാണ് ഗൈസ്. നമ്മൾക്ക് വേണ്ടി ഇത്ര നേരം വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവർക്കൊക്കെ ഒരു നല്ല താങ്ക്സ്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സാണെന്ന് അറിയാം. എല്ലാവർക്കും നല്ലൊരു താങ്ക്സ്. അപ്പോൾ പിന്നെ ഗൈസ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അടിപൊളി വഴിയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ശരിക്കും ഇവിടെ വന്ന് നിൽക്കണ്ടായിരുന്നു. ശരിക്കും നമ്മൾ ഈ വഴി വരണം. ഇത് ഏതോ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ ഒരു വഴി കാട്ടുണ്ട്. അതിൽ വന്നിക്ക് വരുന്നുണ്ട് ഗൈസ്. എന്താണ് നമ്മൾ പിടിച്ച് നിൽക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇവർ ഒരു തേങ്ങ എഴുതിയിട്ടില്ല വഴി കൂടെ പോകണം വഴി കൂടെ വരണം എന്ന്. നമ്മളായിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു വഴി കണ്ടുപിടിച്ച് പോകണതാണ് ഇതിൽ ഏറ്റവും ഇഷ്ടം. നമുക്ക് പോകേണ്ടത് ഈ ബോട്ടാണ് ഗൈസ്. സെക്കൻഡ് ബോട്ട് ജലജ്യോതി. നേരത്തെ വിട്ട് വഴി വരച്ചായിരുന്നു അത്. ജലജ്യോതി നമ്മളിതാ എത്തി. അതോ അത് മാറ്റുന്നു ചേട്ടാ. ഞങ്ങൾ അപ്പോൾ നമ്മളിതിൻ്റെ മണ്ടയ്ക്കാണ് ഇരിക്കുന്നത്. കണ്ട ജലജ്യോതി KTDC ഒഫീഷ്യൽ കോസ്റ്റ് ഓഫ് ഇന്ത്യ. നന്നായിട്ടുണ്ട്. ഓക്കെ. അപ്പുറത്തും കുറേ ബോട്ടൊക്കെ ഉണ്ട് ഗൈസ്. ഇതാണ് കപ്പിത്താൻ. ഓ മൈ ഗോഡ് ഗൈസ്, നോക്കൂ. ഗൈസ് ഇവിടെ മൊത്തം ആൾക്കാരാണ്. നമ്മുടെ മേളിക്കാണ് ഗൈസ്. ഇപ്പൊ തന്നെ മണ്ടടപ്പി വീണുണ്ടാവും. തിരിച്ച് ബോട്ടിലെത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ബോട്ടിലാ അവിടെയും കുറേ ബോട്ടുണ്ട്, അവിടെയും കുറേ ബോട്ടുണ്ട്. ഇവിടെ മൊത്തം ബോട്ടാണ് ഗൈസ്. പുള്ളിക്കാരനാണ്, സ്വന്തം ചാനലില്ല. ജസ്റ്റ് ഒന്ന് നമ്മൾ കൊളാബ് ചെയ്ത് പെയ്ഡ് പ്രൊമോഷൻ നടത്തിയിട്ടാണ് ഗൈസ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ കുറേ ബോട്ടുണ്ട്. നമുക്ക് ജലജ്യോതി കിട്ടി ഗൈസ്. ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഗൈസ്. അപ്പോൾ നമ്മളിതാ ലൈഫ് ജാക്കറ്റ് ഫുള്ള് സെറ്റാണ്. ഫുള്ള് സേഫ്റ്റി ആയിട്ടാണ് ഗൈസ് നമ്മൾ പോകുന്നത്. അതുകൊണ്ടില്ല ഒക്കെ ഫുള്ള് സേഫ്റ്റിയാണ്. ഇതൊക്കെ ഗൈസ് അടുത്തൊരു ബോട്ട് എടുത്തിട്ടുണ്ട് ഗൈസ്. എല്ലാവരും ഒന്ന് നമ്മളുടെ വീഡിയോ എടുക്കുന്നത്. ഇതാണ് നമ്മളെ മൻ്റെ അപ്പൂപ്പൻ ഗൈസ്. ഇതിനായിട്ട് ഗൈസ് അവരുടെ ബോട്ടൊക്കെ എടുത്ത് നമ്മുടെ ബോട്ട് മാത്രം എടുക്കില്ല ഗൈസ്. ഇത് എന്താണെന്ന് അറിയില്ല. നമ്മുടെ ബോട്ടിത്തെ എണ്ണയില്ല പോകുന്നുണ്ട്. അവർക്കൊരു 4 എണ്ണ അടിക്കാൻ അറിയില്ലേ. നിയമം പാടുവാനോ ശബ്ദമുണ്ടാക്കാനോ പാടില്ല ഗൈസ്. നിങ്ങളിത് കണ്ടോ ഗൈസ്? ഇവിടെ ഒരു സ്ട്രേഞ്ച് നിയമമുണ്ട്. പാടുവാനോ ശബ്ദമുണ്ടാക്കുവാനോ പാടില്ല. ഇവരൊക്കെ എന്താണല്ലേ ഗൈസ്. പിന്നെന്താ കാട്ടിനുള്ളിൽ പാടിയ ഒറാങ്ങോട്ടെന്ന് എന്തിനാ വരുന്നത് ഗൈസ്? ഇവിടെ കാട്ടിൻ്റെ ഉള്ളിൽ പാട്ട് പാടാൻ പറ്റില്ല പറയുന്നുണ്ട് ഗൈസ്. എന്താ സംഭവം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മെൻഷൻ അടിക്കുക. ബോട്ട് അങ്ങനെ എടുത്തു ഗൈസ്. നമ്മൾ മറ്റേ വ്ളോഗിൽ നമ്മൾ ആ വഴി കൂടെ ഇങ്ങനെ നടന്ന് പോയിട്ട് കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് വേറെ ഏതോ വഴി കൂടെ വരലാണ് ചെയ്തത് ഗൈസ്. എവിനെണ്ടെ പിടിച്ച് ഫ്രണ്ടിൽ കിട്ടിയിട്ടുണ്ട്. ഇത് അവിടെ ഉണ്ടായിരുന്ന കഴപ്പുള്ളവൻ ഫ്രണ്ടിൽ പോയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ കിഴപ്പന്മാരെ സ്ഥിതിക്ക് നമുക്ക് ബാക്കിയെല്ലാം കാണാം. ഇതൊക്കെ ആരാണാവോ ഗൈസ് നടുക്കിക്കൊണ്ട് മരം വെച്ചിരിക്കുന്നത്? ഇതാണ് ഗൈസ് നമ്മൾ കഴിഞ്ഞ വ്ളോഗിൽ കണ്ട പക്ഷികൾ. നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയില്ല, കുറേ ദൂരത്തായിരുന്നു അത്. കഴിഞ്ഞ വ്ളോഗിൽ കണ്ട പക്ഷികളാണ് ഇതൊക്കെ. ഇതാണ് മറ്റേ പാമ്പിൻ്റെ തലയുള്ളത്.
അപ്പം നമ്മൾ പോയി ഇതാ പോത്തുകളുടെ അടുത്ത് എത്തി ഗൈസ്. അത് കാട്ടുപോത്താണോ കാട്ടുപശുവാണോ എന്ന് നമുക്ക് എടുത്തു പോയാലേ അറിയുള്ളൂ. നമ്മളതിൻ്റെ കുട്ടികളിലും കാണുന്നുണ്ട് ഗൈസ്. നിങ്ങൾക്ക് ആ പൊടി പോലെ കാണുന്നതാണ് കുട്ടികളും, വലുതായി കാണുന്നതാണ് പോത്തുകളും. പോത്ത് പോലെ വളർന്ന പോത്തിനെയാണ് നമ്മൾ കാണുന്നത് ഗൈസ്. ഇപ്പോൾ നമ്മളിതാ പോത്തിൻ്റെ അവിടേക്ക് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് കാട്ടുപോത്ത് ഗൈസ്, കാട്ടുപോത്ത്, കറക്റ്റ് കാട്ടുപോത്ത് ഗൈസ്. കഴിഞ്ഞ വീഡിയോയിൽ കണ്ട മ്ലാവ് ഗൈസ്, മ്ലാവ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്തൊക്കെ കണ്ടു? മാന്, ആൺമാനാണ് ഗൈസ്. അത് എന്തുകൊണ്ടാണ് അത് ആൺമാനാണെന്ന് ഞാൻ പറയുന്നത് കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാവുന്നതായിരിക്കും ഗൈസ്. നമ്മൾ ഇതിന് ശരിക്കത്തെ പേരാണ് മ്ലാവിൻ്റെ എല്ലാ സാധനങ്ങളും കണ്ടു. നമ്മൾ തലയോട്ടി, കാട്ടം ഒക്കെ കണ്ടിട്ടുണ്ട് ഗൈസ്, എല്ലാം കണ്ടിട്ട്. പക്ഷേ ഈ സാധനത്തിനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം ഭംഗിയുള്ളത് അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്, എന്തുകൊണ്ടാണ് ഞാൻ അതിനെ ആൺമാനാണെന്ന് വിളിക്കുന്നത്. ഇതാണ് ആൺമാൻ. ഓ മോൻ സീനായിട്ട് ഗൈസ്. ഇത് സീനായിട്ട് ഗൈസ്, നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന എൻ്റെ മോനെ പുല്ലാണ് തിന്നുന്നത് ഗൈസ്. അവിടെ ഒരു പൂക്കളുള്ള ചെടി ഗൈസ്. ഈ പൂക്കളുള്ള ചെടി കാട്ടിൽ എങ്ങനെ വളരുന്നു ഗൈസ്? ഈ ചോദ്യത്തിന് കമൻറ്റ് പറയുക ഉത്തരമായിട്ട്. കാട്ടിൽ മൊത്തം കളർ ചെടി ഗൈസ്, കളർ ചെടി മൊത്തം കാട്ടിലാണ് ഗൈസ്, വീട്ടിലൊന്നുമില്ല ഗൈസ്. അത് 3 ടൈപ്പ് ഓഫ് ഡിയർ ഉണ്ട്. സാമ്പാ ഡിയർ, പാർക്കിംഗ് ഡിയർ, വേറൊരു ഡിയറും കൂടി പേര് പറഞ്ഞ വായ കിട്ടുന്നുണ്ട്. ഞാനിപ്പോൾ പറയുന്നില്ല ഗൈസ്. അവിടെ കേട്ടാ സാമ്പാ ഡിയർ. ഇപ്പം നമ്മളിപ്പോൾ കണ്ടത് സാമ്പാ ഡിയർ കേട്ടാ ഗൈസ്. അവിടെയും കുറച്ച് കാട്ടുപോത്തുകളുണ്ട് ഗൈസ്, നിങ്ങൾ കാണുന്നത് പോലെ. കാട്ടുപോത്ത് ഗൈസ്, കാട്ടുപോത്ത് ഗൈസ്. നമ്മൾക്ക് മുന്നേ പോയ ബോട്ടുകൾ ഇപ്പം മുന്നേ തന്നെയാണ് ഗൈസ്. ഇവിടെ അടിപൊളി കാറ്റാണ് ഗൈസ്. നമ്മൾ ബീച്ചിൽ പോയിരിക്കണ ഫീലുണ്ട് ഗൈസ്. ഇപ്പോൾ എൻ്റെ മോനെ തണുത്ത കാറ്റ്, തണുത്ത വൈബ് ഗൈസ്. ഒക്കെ ഒരു ചില്ല് വൈബാണ് ഇവിടെ ഗൈസ്. കാട്ടുപോത്തവർ അവിടെ ചില്ലടിച്ച് വെള്ളം കുടിക്കാണ് ഗൈസ്. അല്ല, വെള്ളം കുടിക്കില്ല, പുല്ല് തിന്നാണ്. അവരിന്ന് പുറത്ത് വന്നിട്ടാണ് ഗൈസ് പുല്ല് തിന്നത്. അവർക്ക് എല്ലാ ദിവസവും പുറത്തുനിന്നാണ് ഫുഡ്. നമ്മൾ എല്ലാ ദിവസവും വീട്ടിൽ നിന്ന് കഴിക്കും ഗൈസ്. നോക്കൂ, ഈ റിസോർട്ടിൽ വന്ന് നിങ്ങൾ എന്തായാലും ബുക്ക് ചെയ്യണം. ഇതെനിക്ക് പെയ്ഡ് പ്രൊമോഷൻ ഒന്നുമല്ല, എന്നാലും ഞാൻ ഫ്രീ ആയി പറയാണ്. ഇത് ഏതാ റിസോർട്ട് എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ കൈ മലർത്തും, എനിക്കറിയില്ല. എന്നാലും ഈ റിസോർട്ട് പൊളിയാണ് ഗൈസ്. ഓ ഗൈസ് നോക്കൂ, ഇവിടെ അല്ലേ കുറേ കാട്ടുപോത്തിന് മെയ്യാൻ മുട്ടുണ്ട് ഇവര്. ഇത് കാട്ടുപോത്ത് തന്നെയല്ലേ. ഇവിടെ ബോട്ട് ഓട്ടിക്കണമെന്നവർക്കൊക്കെ നല്ല എക്സ്പീരിയൻസ് ഉണ്ട് തോന്നുന്നു ഗൈസ്. എന്താണ് എല്ലാവരും നന്നായിട്ട് ബോട്ട് ഓട്ടിക്കണം തോന്നുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ മൊത്തം ഒരു വഴിയിൽ മൊത്തം ഈ മരം കൊണ്ട് വെച്ചിട്ട് നമ്മൾ വഴി എങ്ങനെയാണ് പോവാന്ന് നമ്മൾ പരീക്ഷിക്കുകയാണ്. ഇവിടുത്തെ ഓരോ ഡ്രൈവേഴ്സും ഓരോ എക്സ്പേർട്ട് ഡ്രൈവേഴ്സാണ് ഗൈസ്. നമ്മളങ്ങനെ വന്നതായി എവിടെയോ ഒരു അറ്റത്തെത്തിയിട്ടുണ്ട്. നമ്മളിവിടുന്ന് എന്ത് കാട്ടെന്ന് അറിയില്ല. വല്ല മൃഗങ്ങളെ കണ്ടായി. നമ്മുടെ ഉമ്മറത്ത് പോയ ഷിപ്പൊന്നും കാണാനില്ല. കാർഗോ പോലീസ് ബോട്ട് ഗൈസ്, പോലീസ് ബോട്ട്, അടിപൊളി പോലീസ് ബോട്ട്. അവർ കൈയൊക്കെ കെട്ടണം, നമ്മളും കൈ കെട്ടി ഗൈസ്. നമുക്ക് മുന്നേ വന്ന ബസ് ഇത്ര ബോട്ട് നമുക്ക് ശേഷം പോയി കിട്ടി. അവർ വലിയ കാര്യത്തിൽ കൈ കെട്ടി, അവിടെ നിന്ന് ആരും കൈ കെട്ടിയില്ല. പോട്ടെ, നമുക്ക് അടുത്ത പ്രാവശ്യം പിടിക്കാം. കൊക്കുകൾ വെള്ളം കുടിക്കുന്നു ഗൈസ്. എൻ്റെ മോനെ ഗൈസ്, അവിടെ ഒരു നിര മൊത്തം ഉണ്ട്. സ്കൂൾ വിട്ടിട്ട് പോണ പോലെ ഉണ്ട് ഗൈസ്. ചിറകൊക്കെ വിടർത്തി നിൽക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണുന്നുണ്ട് ഗൈസ്. അത്രയും കറുപ്പിൻ്റെ ഇടയിൽ ഒരു വെള്ള കളർ പക്ഷി. അത് എന്തിനാ അവിടെ പോയി ഇരിക്കുന്നു? നമുക്ക് ഇവിടെയാണ് ഗൈസ് അതിൻ്റെ സ്ഥലം. എന്നിട്ട് അത് ഇവിടെ വന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് ഈ കൊച്ചു പെരിയാറിൽ നടക്കുന്നത്? മനോഹരമായൊരു വ്യൂ ഞാൻ കാണുന്നുണ്ട് ഗൈസ്. അടിപൊളി പുലിയൊന്നുമില്ല, നല്ല വ്യൂ ആണ് ഗൈസ്, അടിപൊളി വ്യൂ ആണ്. നമ്മുടെ ബോട്ട് തിരിച്ചു ഗൈസ്. നമ്മളിനി തിരിച്ചിട്ട് വന്ന വഴി പോകാൻ പോവാണ്. അപ്പോൾ തിരിച്ചിട്ട് വന്ന വഴി പോണ വഴി നമുക്ക് വേറെ വല്ല സ്ട്രേഞ്ച് തിങ്സ് കാണുകയാണെങ്കിൽ, അല്ലെങ്കിൽ അമേസിങ് ആൻഡ് എക്സലൻറ്റ് തിങ്സ് കാണുകയാണെങ്കിൽ നമുക്കിനി അതെടുക്കാവുന്നതാണ് ഗൈസ്. റൈഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ എക്സ്പീരിയൻസ്ഡ് റൈഡായിരുന്നു. നമ്മൾ തുടക്കം മുതൽ അവസാനം വരെ നല്ല അടിപൊളിയുള്ള റൈഡായിരുന്നു. അവിടെ വീണ്ടും കാട്ടുപോത്താണ് ഗൈസ്. അപ്പം അങ്ങനെ നമ്മുടെ 1.5 മണിക്കൂർ നീളുന്ന ആഘോഷകരമായ ബോട്ട് റൈഡിങ് ഇവിടെ വെച്ച് അവസാനിച്ചിരിക്കുകയാണ്. ബൈക്ക് അല്ല ബോട്ട് മോനെ 1.5 മണിക്കൂർ. ഓ ബോറടിച്ച്
ഗൈസ് എന്നുവെച്ചാൽ ഫസ്റ്റൊക്കെ പോകുമ്പോൾ കുറേ മൃഗങ്ങളിലൊക്കെ കണ്ടു, അടിപൊളിയായി നിങ്ങൾക്കും കാണിച്ചു തന്നു. പക്ഷെ അവസാനം ബോറടിച്ച് ചത്ത് ഗൈസ്, വേറെ ഒന്നും പറയാനില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഫസ്റ്റൊക്കെ പോകുമ്പോൾ നമുക്ക് കുറേ പ്രാവശ്യം കുറേ ആനിമൽസ് പുതിയ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് അവസാനമൊക്കെ ആയപ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ പോയ വഴി തിരിക്കാൻ തുടങ്ങി. പിന്നെ തിരിച്ച് വരണ വഴിയുണ്ടല്ലോ, നമ്മൾ കണ്ട സാധനങ്ങൾ മാത്രം കണ്ടിട്ട് വരികയാണ്. അതായത് ഒരു മണിക്കൂറോ ഒരു മുക്കാൽ മണിക്കൂർ അവരങ്ങനെ പോയി. എന്നിട്ട് ആ വഴിയൊക്കെ ആ 3/4 മണിക്കൂർ പോയ വഴിയൊക്കെ ഇങ്ങനെ അവർ കവർ ചെയ്ത് തരാം. അതാണെങ്കിൽ സ്പീഡും ഇല്ല, തുടങ്ങി പതുക്കെ മെല്ലെ ഉറങ്ങി മടുത്തു. നിങ്ങൾക്ക് വെറുതെ പൈസ കളയാൻ സംഭവം. പക്ഷേ ഇത്തിരിയൊക്കെ യൂസ്ഫുൾ ആയിരുന്നു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ട്രക്കിങ്ങിന് പോയപ്പോൾ കാണാത്ത കുറേ ആനിമൽസിനൊക്കെ കണ്ടു. മറ്റേ എന്തായിരുന്നു, ഓടാമാന, എന്താ മറ്റേ സാധനം, ഡിയർ സാമ്പാടിയറിന്റെ കാട്ടും ബോണും ഒക്കെ കണ്ടു. പക്ഷെ സാമ്പാടിയറിനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഈ ബോട്ട് യാത്രയിലൂടെ ഞങ്ങൾ അത് കാണാൻ സാധിച്ചു. അപ്പൊ നിങ്ങൾ അല്ല ജലജ്യോതി, നമ്മൾ ജലജ്യോതിയിലായിരുന്നു സെക്കൻഡ് വൺ ജലജ്യോതിയിലായിരുന്നു നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. നല്ല കുഴപ്പമില്ല, നല്ല അടിപൊളി ട്രിപ്പായിരുന്നു. നിങ്ങളൊന്ന് ജസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യുക. 1 ടൈം വാച്ച് അത്രേ ഉള്ളൂ. പിന്നെ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം നമ്മൾ പോയപ്പോൾ പോയത് തൊട്ട് വരുന്ന വരെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇടയ്ക്ക് വെച്ച് ബോറടിച്ചു. പിന്നെ അവിടെ നെറ്റും കിട്ടാത്തതുകൊണ്ട് അത് അതിലേറെ ശോകം. നെറ്റ് വെച്ചാൽ അതുപോലും കിട്ടില്ല, റേഞ്ച് കിട്ടില്ല. ഇത് എത്ര ഒരാൾക്ക് വരുന്നത്, കാര്യങ്ങളൊക്കെ വരുന്നത് ഒരാൾക്ക് 255 ടിക്കറ്റ് വരുന്നത്. 1.5 ഇല്ല. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ ഈ യാത്ര. ബോട്ടിംഗ് ആയിരുന്നു എനിക്ക് കുറച്ചും കൂടി വൈബായി തോന്നിയത്. പക്ഷേ ഇത്തിരി ബോറിങ് വെച്ചിട്ടുണ്ടെങ്കിൽ ബോട്ടിങ് കുഴപ്പമില്ല, ആനിമൽസിനൊക്കെ കാണാൻ പറ്റും. അതാരണം കൊണ്ട് കുഴപ്പമില്ല. എനിവേ സൈനിങ് ഓഫ് ഗൈസ്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ഇതേ വീഡിയോന്ന് കിട്ടിയ ഒരു സപ്പോർട്ടും ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ഞാൻ അപ്പുറത്തെ വീഡിയോയിലും പ്രതീക്ഷിക്കുന്നുണ്ട് ഗൈസ്. നെക്സ്റ്റ് വീഡിയോയിലും പിന്നെ മറ്റേ വീഡിയോ നമ്മുടെ ട്രക്കിങ്ങിന് പോയ വീഡിയോ നിങ്ങൾക്ക് ആരെങ്കിലും കാണാത്തുണ്ടെങ്കിൽ അതും കൂടി കണ്ടേക്കൂ. ഓക്കെ, ബൈ.